ഹായ് ഗായ്സ്. അപ്പോൾ നമ്മുടെ മൈക്രോ സെൻസർ എന്നുള്ള ടോപ്പിക്കിലെ രണ്ടാമത്തെ പോർഷനാണ് കെമിക്കൽ സെൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ടോപ്പിക്കാണ് കവർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഒരുപാടുണ്ട് ഈ ഒരു സെൻസർ എന്നുള്ള ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാൻ. നമുക്കിത് കഴിഞ്ഞ ഒപ്റ്റിക്കൽ ഉണ്ട്, തെർമൽ ഉണ്ട്, പ്രഷർ സെൻസേഴ്സ് എല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മൈക്രോ ആക്ച്വേഷൻ, മൈക്രോ ആക്ച്വേറ്റേഴ്സ്, മൈക്രോ ഗ്രിപ്പേഴ്സ്, മൈക്രോ മോട്ടോഴ്സ് എല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കെമിക്കൽ സെൻസറിൻ്റെ ഒരു പോർഷൻ നമുക്ക് കവർ ചെയ്ത് പോകാം. അതിൽ തന്നെ ഒരുപാടുണ്ട് നമുക്ക് പഠിക്കാൻ. കാരണം അതിൻ്റെ ടൈപ്പ് ഓഫ് സെൻസിങ് മെത്തേഡ്സ് ആണ് നമുക്ക് ഒരുപാട് പഠിക്കാനുള്ളത്. ജസ്റ്റ് കെമിക്കൽ സെൻസർ എന്ന് മാത്രമേ നിങ്ങളുടെ സിലബസിൽ ഉള്ളൂ എങ്കിലും നമുക്കിത് കംപ്ലീറ്റ് കവർ ചെയ്ത് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് കെമിക്കൽ സെൻസർ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, കെമിക്കൽ സെൻസർ എന്ന് പറഞ്ഞാൽ കെമിക്കൽ നമുക്ക് ഡിറ്റക്ട് ചെയ്യുന്ന ഒരു സെൻസറിനെയാണ് കെമിക്കൽ സെൻസർ എന്നും. അതിൽ നമുക്ക് രണ്ട് ഡിറ്റക്ടേഴ്സ് ഉണ്ടാവും, രണ്ട് ഇലക്ട്രോഡ്സ് ആയിരിക്കും ഉണ്ടാവുക. ആ ഇലക്ട്രോഡ്സിൻ്റെ ഇടയിൽ ഏതാണോ ചേഞ്ചസ് വരുന്നത്, ഇപ്പോൾ റെസിസ്റ്റൻസ് ആവാം, കപ്പാസിറ്റൻസ് ആവാം, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ചേഞ്ചസ് ആവാം, ഏത് വേണമെങ്കിലും ആവാം, മാഗ്നറ്റിക് ആവാം, ഒപ്റ്റിക്കൽ ആവാം, ഏത് വേണമെങ്കിലും ആവാം. അതിലുണ്ടാവുന്ന പ്രോപ്പർട്ടി, ഇപ്പോൾ ഒരു കെമിക്കലിൻ്റെ ഉള്ള എൻവിറോൺമെൻറ്റിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അതിലുണ്ടാവുന്ന പ്രോപ്പർട്ടിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ഡിറ്റക്ട് ചെയ്തിട്ട് നമ്മൾ ആ കെമിക്കലിൻ്റെ ആ ഒരു പ്രസൻസ് നമ്മൾ അറിയിക്കുന്നു, അല്ലെങ്കിൽ സെൻസ് ചെയ്തിട്ട് അതിനെ നമ്മൾ ആ എവിടെയാണോ ആ ഡിവൈസിൽ അതിൽ കാണിക്കേണ്ടത് അത് കാണിക്കുന്നു എന്നുള്ളതാണ് ഈ കെമിക്കൽ സെൻസർ കൊണ്ടുള്ള ഉപയോഗം. ഇനി ഈ കെമിക്കൽ സെൻസർ രണ്ട് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. ഒന്ന്, അവിടെ ഒരു കെമിക്കലിൻ്റെ പ്രസൻസ് ഉണ്ട് എന്നുള്ളതിന് ഒരു ഡിറ്റക്ട് ചെയ്തിട്ട് നമുക്ക് സിഗ്നൽ അയച്ചു തരുന്നതിനൊന്ന് ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കെമിക്കൽ സെൻസറുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു കെമിക്കൽ എത്ര അളവുണ്ട് എന്നുള്ളത് നമുക്ക് മെഷർ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഈ സെൻസറുകളിൽ നിന്ന് ഉപയോഗം വരുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് കെമിക്കൽ സെൻസർ ഓൾറെഡി പണ്ട് തൊട്ടേ ഉണ്ട്. അതിൻ്റെ നമ്മൾ അഡ്വാൻസ്മെൻറ്റ്സ് വരുമ്പോൾ മൈക്രോ ലെവലിലേക്ക് വന്നു. അപ്പോൾ അത്രത്തോളം ചെറിയ രീതിയിലേക്ക്, ചെറിയ ഒരു കമ്പോണൻറ്റിലേക്ക് അത് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു. ആ ഒരു കമ്പോണൻറ്റിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം പല ആപ്ലിക്കേഷനുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്ന പല ഭാഗങ്ങളിലും നമുക്കിതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചു. ഇൻഡസ്ട്രീസ്, റോബോട്ട്സ്, ബയോമെഡിക്കൽസ്, അതുപോലെ തന്നെ ഒരുപാട് നമുക്ക് സ്ഥലങ്ങളിൽ നമുക്കിത് ഉപയോഗിക്കാൻ നമുക്ക് സാധിച്ചു. ഓട്ടോമൊബൈലിലാണ് ഇമ്പോർട്ടൻറ്റ് സെൻസറുകളിലൊന്നാണ് കെമിക്കൽ സെൻസർ എന്ന് പറയാം. ഓട്ടോമൊബൈലിൽ നമുക്ക് ഇൻലെറ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഓക്സിജൻ സെൻസർ വരുന്നുണ്ട്, നമുക്ക് കമ്പഷൻ ചാമ്പറിൻ്റെ ഉള്ളിൽ നൈട്രോ ഓക്സൈഡ് സെൻസർ വരുന്നുണ്ട്, എക്സോസ്റ്റ് പൈപ്പിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പോക്കുഴലിൽ പോകുന്നില്ലേ, അവിടെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കാർബൺ മോണോക്സൈഡ് മെഷർ ചെയ്യുന്നുണ്ട്, അതുപോലെ കാർബൺ ഡയോക്സൈഡ് മെഷർ ചെയ്യുന്നുണ്ട്, നൈട്രോ ഓക്സൈഡ്, ഹൈഡ്രോ കാർബൺസ് എല്ലാം നമ്മൾ മെഷർ ചെയ്യുന്നുണ്ട്. സോ ഇത്രത്തോളം ഗ്യാസ്, ആ ഒരു എക്സോസ്റ്റ് ഗ്യാസിൽ നിന്ന് കെമിക്കൽസ് മെഷർ ചെയ്തെടുക്കുന്ന സെൻസറുകൾ നമ്മളവിടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കെമിക്കൽ സെൻസറിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇതിലേക്ക് പോകാം. ടൈപ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ സെൻസർ ഉണ്ട്. നമുക്ക് ഈ ടൈപ്സ് പഠിക്കുന്നത് ഇത് മെത്തേഡ്സിലൂടെയാണ്, മീൻസ് ഏതൊക്കെ രീതിയിൽ നമുക്ക് സെൻസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇലക്ട്രോ കെമിക്കൽ സെൻസർ ഉണ്ട്, ഒപ്റ്റിക്കൽ സെൻസർ ഉണ്ട്, മെറ്റൽ ഓക്സൈഡ് സെൻസർ ഉണ്ട്, പീസോ ഇലക്ട്രിക് സെൻസർ ഉണ്ട്, മാഗ്നറ്റിക് സെൻസർ ഉണ്ട്, തെർമോമെട്രിക് സെൻസർ ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് കെമിക്കൽ സെൻസറിൽ നമ്മൾ ഒപ്റ്റിക്കും അതുപോലെ തന്നെ ഇലക്ട്രോ കെമിക്കലും മെറ്റൽ ഓക്സൈഡുമാണ് നമ്മൾ മെയിനായിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വരാം. അപ്പോൾ നമ്മൾ സെൻസിങ് മെത്തേഡിലൂടെയാണ് നമ്മളിത് പഠിക്കാൻ പോകുന്നത്. സോ എന്താണ് സെൻസിങ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു കെമിക്കൽ ഉണ്ട് എന്നുള്ള പ്രസൻസ് അറിയണമെന്നുണ്ടെങ്കിൽ ആ കെമിക്കലുള്ള സ്ഥലത്ത് നമ്മൾ ആ സെൻസർ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ആ സെൻസറിലുള്ള കമ്പോണൻറ്റിൽ ഉണ്ടാവുന്ന ചേഞ്ചസിനെ ആ ചേഞ്ചസ് ഡിറ്റക്ട് ചെയ്തുകൊണ്ട് അവിടെ ഇന്ന കെമിക്കൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണ് കെമിക്കൽ സെൻസർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മെത്തേഡാണ്. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ നോക്കി അറിയാം. റെസിസ്റ്റൻസിലുള്ള ചേഞ്ചസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന കെമിക്കലിൻ്റെ അളവ് അല്ലെങ്കിൽ കെമിക്കലിൻ്റെ പ്രസൻസസ് ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് കെമി റെസിസ്റ്റർ സെൻസർ എന്നും, കപ്പാസിറ്റൻസിലുള്ള ചേഞ്ചസിൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ കെമി കപ്പാസിറ്റൻസ് സെൻസർ എന്നും, മെക്കാനിക്കൽ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡിഫ്ലക്ഷൻ ഉണ്ടാവുകയോ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായി കഴിഞ്ഞാൽ അതിന് കെമി മെക്കാനിക്കൽ സെൻസർ എന്നും, മെറ്റൽ ഓക്സൈഡ് സെൻസർ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കെമി റെസിസ്റ്ററിൽ തന്നെ നമുക്ക് വരും മെറ്റൽ ഓക്സൈഡ് സെൻസർ. അപ്പോൾ നമുക്ക് 3 രീതിയിലാണ് മെയിനായിട്ട് സെൻസിങ് മെത്തേഡ്സ് ഉള്ളത്. ഇത്രത്തോളം സെൻസേഴ്സ് ഉണ്ട്, കെമിക്കൽ സെൻസേഴ്സ്. അതിൽ നമുക്ക് പീസോ ഇലക്ട്രിക് ആണെങ്കിൽ പീസോ ഇലക്ട്രിക് എഫക്റ്റിൽ നമുക്ക് സെൻസ് ചെയ്തെടുക്കാം. മെറ്റൽ ഓക്സൈഡ് ഞാൻ പറഞ്ഞുതരാം. ഒപ്റ്റിക് ആണെങ്കിൽ ഒപ്റ്റിക്കൽ ലൈറ്റിൽ ചേഞ്ചസ് വരുന്നതിൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്തെടുക്കാം. മാഗ്നറ്റിക് ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൽ വരുന്ന ചേഞ്ചസിൽ നിന്ന് നമുക്ക് കെമിക്കലിൻ്റെ പ്രസൻസ് നമുക്ക് മെഷർ ചെയ്തെടുക്കാം. തെർമോമെട്രിക് ആണെങ്കിൽ തെർമലിൽ വരുന്ന ചേഞ്ചസിനെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് കെമിക്കലിൻ്റെ അളവുകളോ അല്ലെങ്കിൽ കെമിക്കലിൻ്റെ പ്രസൻസോ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്തെടുക്കാൻ നമുക്ക് സാധിക്കും. പക്ഷേ നമ്മൾ ഇങ്ങനെ പഠിക്കാം, സെൻസിങ് മെത്തേഡിലൂടെ നമുക്ക് പഠിച്ചു പോവാം. അപ്പോൾ നമ്മൾ കെമി റെസിസ്റ്ററാണ് നമ്മൾ പഠിക്കുന്നത്. സോ കെമി റെസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസിൽ ഉണ്ടാവുന്ന റെസ്പോൺസസ് വെച്ചിട്ട് കെമിക്കൽ ഏത് കെമിക്കൽ ഗ്യാസ് ആണ് എന്നുള്ളതും അതുപോലെ തന്നെ കെമിക്കൽ
അളവുണ്ടോ, ഏതെങ്കിലും ഒരു കെമിക്കൽ ഗ്യാസിൻ്റെ അളവുണ്ടോ എന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണ് ഈ കെമി റെസിസ്റ്റർ സെൻസറിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതിൽ സെൻസിങ് മെറ്റീരിയൽ ഉണ്ടാവും. ആ സെൻസിങ് മെറ്റീരിയൽ ഇലക്ട്രോഡ്സ് ആയിരിക്കും. ആ ഇലക്ട്രോഡ്സിൽ നിന്ന് മീൻസ് നമ്മുടെ ഡിറ്റക്ടർ എന്ന് പറയുന്ന ആ ഇലക്ട്രോഡ്സിൽ നമ്മൾ ഒരു കെമിക്കൽ എൻവയോൺമെൻറ്റിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അതിലുണ്ടാവുന്ന റിയാക്ഷനിൽ നമ്മുടെ റെസിസ്റ്റൻസിൽ ചേഞ്ചസ് വരും. ആ റെസിസ്റ്റൻസ് ചേഞ്ചസ് എടുത്തിട്ടാണ് അവിടെ ഒരു കെമിക്കൽ ഗ്യാസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ മീൻസ് കോവാലൻ ബോണ്ടിങ്, ഹൈഡ്രജൻ ബോണ്ടിങ് ഏത് രീതിയിൽ വേണമെങ്കിലും വെച്ചിട്ട് നമുക്ക് കെമിക്കൽ സെൻസേഴ്സ് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതിൽ മെയിനായിട്ട് കെമിക്കൽ സെൻസേഴ്സിനുള്ള മെറ്റീരിയൽസ് എന്ന് പറയുന്നത് മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടേഴ്സ്, അല്ലെങ്കിൽ കണ്ടക്റ്റീവ് പോളിമേഴ്സ്, നാനോ മെറ്റീരിയൽസ്, ഗ്രാഫീൻ, കാർബൺ നാനോ ട്യൂബ്, അല്ലെങ്കിൽ ഏതെങ്കിലും നാനോ പാർട്ടിക്കിൾസ് വെച്ചിട്ട് നമ്മൾ ഈ കെമിക്കൽ സെൻസറിൻ്റെ ഇലക്ട്രോഡ്സിനെ നമുക്ക് മീൻസ് മാനുഫാക്ചർ ചെയ്യാം. ആ ഇലക്ട്രോഡ്സിൽ ഉണ്ടാകുന്ന റിയാക്ഷൻസ് വെച്ചിട്ട് റെസിസ്റ്റൻസ് ചേഞ്ചസ് ഉണ്ടാവും. അത് വെച്ചിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് എടുക്കാം എന്നുള്ളതാണ് ഈ ഒരു ഇതിൽ റൈറ്റപ്പിൽ പറയുന്നത്. സോ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു വർക്കിംഗ് പ്രിൻസിപ്പിളാണ്. നമുക്ക് 2 ഇലക്ട്രോഡ് ഉണ്ടാവും. അത് ഏത് വേണമെങ്കിലും എടുക്കാം. ഇവിടെ പറഞ്ഞിട്ടുള്ള മെറ്റൽ ഓക്സൈഡോ അല്ലെങ്കിൽ കണ്ടക്റ്റിംഗ് പോളിമറോ ഗ്രാഫൈനോ കാർബൺ നാനോ ട്യൂബോ എടുക്കാം. ഈ 2 ഉണ്ടാവും. അതിൽ നിന്ന് നമുക്ക് നമ്മൾ ഏതാണോ കെമിക്കൽ എൻവയോൺമെൻറ്റ് അവിടെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഈ എൻവയോൺമെൻറ്റിൽ വെക്കുന്നു, പെട്ടെന്നൊരു ഗ്യാസ് ഫ്ലോ ഉണ്ടാവുന്നു നമ്മുടെ ഈ എൻവയോൺമെൻറ്റിൽ. ആ ഗ്യാസ് ഫ്ലോ ഉണ്ടാവുമ്പോൾ ഇതിലുണ്ടാകുന്ന ഒരു ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഓൾറെഡി ഉണ്ടാവും. ഈ ഗ്യാസ് ഫ്ലോ ഇതിലേക്ക് വരുമ്പോൾ ഇതിലുണ്ടാകുന്ന ഒരു റിയാക്ഷനിൽ ഇവിടെ ആ റെസിസ്റ്റൻസ് ഫീൽഡിൽ ചേഞ്ചസ് ഉണ്ടാവുകയും ആ ചേഞ്ചസ് മെഷർ ചെയ്തിട്ട് നമുക്ക് അവിടെ കെമിക്കൽ ഗ്യാസിൻ്റെ ഒരു പ്രസൻസ് ഉണ്ട് എന്നുള്ള അറിയിക്കുകയും ചെയ്യും. ഇനി ഓരോ മെറ്റീരിയലിനും ഓരോ ഡിഫറൻസ് ആണ്. മെറ്റൽ ഓക്സൈഡ് വെച്ചിട്ട് നമുക്ക് നൈട്രോക്സൈഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാം, ഇന്നത് ഫൈൻഡ് ഔട്ട് ചെയ്യാം, അന്നത് ഫൈൻഡ് ഔട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് കുറേ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാം, അതിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ മെറ്റൽ ഓക്സൈഡ് വെച്ചിട്ട് നമുക്ക് കാർബൺ മോണോക്സൈഡ് മറ്റൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ ഏത് ഇലക്ട്രോഡ് വെച്ച് കഴിഞ്ഞാൽ ഏത് മെറ്റീരിയൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എനിക്ക് ഓക്സിജൻ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഓക്സിജൻ ഉള്ള സ്ഥലത്ത് എനിക്ക് ഓക്സിജൻ മാത്രമേ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ആ ഒരു മെറ്റീരിയലിൽ ഇലക്ട്രോഡ് ഉണ്ടാക്കി അവിടെ കൊണ്ടുപോയി വെച്ചാൽ മതി എന്നുള്ളതാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് അതിലേക്ക് പോവാം. ഇപ്പോൾ ആ ബേസിക് പ്രിൻസിപ്പിളാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഒരു ബേസിക് കെമി റെസിസ്റ്റർ സെൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ നമുക്ക് സെൻസിങ് മെറ്റീരിയലിലേക്ക് വരാം. ഫസ്റ്റ് മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഏതൊക്കെ ഗ്യാസസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടറിൽ നമ്മൾ SnO2 കൂടെ നമ്മൾ അതിലേക്ക് കോട്ടിങ് കൊടുത്തിട്ടുണ്ടാവും. ആ മെറ്റീരിയൽസ് ആണ് ഇവിടെ കാണുന്നത്. മെറ്റൽ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം, മെറ്റലും ഓക്സൈഡും തമ്മിൽ മിക്സ് ചെയ്തിട്ടുള്ള മെറ്റീരിയലാണ് നമ്മളിവിടെ ഇലക്ട്രോൺ മെറ്റീരിയലായിട്ട് എടുക്കുന്നത്. ക്രോമിയം ടൈറ്റാനിയം ഓക്സൈഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ H2S എന്നുള്ള കെമിക്കൽ ഗ്യാസിനെ ഡിറ്റക്ട് ചെയ്യാം. ഗാലിയം ഓക്സൈഡ് ആണെന്നുണ്ടെങ്കിൽ ഓക്സിജനും കാർബൺ മോണോക്സൈഡ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഇൻഡിയം ഓക്സൈഡ് ആണെന്നുണ്ടെങ്കിൽ O3 നമുക്ക് ഡിറ്റക്ട് ചെയ്യാം. മോളിബ്ഡിനം ഓക്സൈഡ് എന്നുള്ള ഇലക്ട്രോഡാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നൈട്രോക്സൈഡ് അല്ലെങ്കിൽ NH3 നൈട്രോക്സൈഡ് അല്ല, അമോണിയ നമുക്ക് ഡിറ്റക്ട് ചെയ്യാം. ടിൻ ഓക്സൈഡ് ആണ് നമ്മൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ റെഡ്യൂസിങ് ഗ്യാസസ് എന്ന് പറഞ്ഞിട്ടുള്ള കംപ്ലീറ്റ് കെമിക്കൽ ഗ്യാസസിനെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും. ടങ്സ്റ്റൻ ഓക്സൈഡ് ആണെന്നുണ്ടെങ്കിൽ നൈട്രോക്സൈഡ് ഡിറ്റക്ട് ചെയ്യാം. ഇതാണ് നൈട്രോക്സൈഡ്, ഞാൻ മാറി പറഞ്ഞതാണ്. ഓക്കെ, സോ ടങ്സ്റ്റൻ ഓക്സൈഡ് ആണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നൈട്രോക്സൈഡ് ഡിറ്റക്ട് ചെയ്യാം. സിങ്ക് ഓക്സൈഡ് ആണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഹൈഡ്രോ കാർബൺസും ഓക്സിജനും നമ്മൾ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളൊരു വണ്ടി എടുത്ത് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു പെട്രോൾ കാർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സോസ്റ്റ് ഗ്യാസിൽ കാർബൺ മോണോക്സൈഡ് ഉണ്ടാവും, ഹൈഡ്രോ കാർബൺസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഓക്സിജൻ, നൈട്രജൻ, അതുപോലെ തന്നെ നമുക്ക് നൈട്രോക്സൈഡ് ഉണ്ടാവും. ഇതിൽ ഏറ്റവും അപകടകാരൻ എന്ന് പറയുന്നത് ഹൈഡ്രോ കാർബൺസും കാർബൺ മോണോക്സൈഡും അതുപോലെ തന്നെ നൈട്രോക്സൈഡുമാണ്. ഇതിൽ നൈട്രോക്സൈഡിൻ്റെ ഇപ്പോൾ ഫിൽട്രേഷൻ വന്നിട്ടുണ്ട്. നൈട്രോക്സൈഡിനെ മാത്രം അതിൽ നിന്ന് ഫിൽട്ടർ ചെയ്തെടുത്തിട്ട് അതിനെ കൊണ്ടുപോയി വീണ്ടും നമ്മുടെ കമ്പഷൻ ചാമ്പറിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലുള്ള ഒരുപാട് മെത്തേഡുകൾ ഇപ്പോൾ നമ്മൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് അവിടെ നമുക്ക് നൈട്രോക്സൈഡിൻ്റെ സെൻസർ വെക്കണം. അപ്പോൾ നമ്മൾ ഈ കെമി റെസിസ്റ്റർ സെൻസറാണ് നമ്മളവിടെ വെക്കണമെന്നുണ്ടെങ്കിൽ ടങ്സ്റ്റൻ ഓക്സൈഡിലുള്ള ഈ ഒരു ഇലക്ട്രോഡ്സ് വെച്ചിട്ടാണ് നമ്മൾ അതിന് ഡിറ്റക്റ്റ് ചെയ്ത് അതിൽ നൈട്രോക്സൈഡ് ഡിറ്റക്റ്റ് ചെയ്ത് ആ നൈട്രോക്സൈഡിനെ കൊണ്ട് നമ്മൾ കൊണ്ടുപോയിട്ട് കമ്പഷൻ ചാമ്പറിലേക്ക് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രത്തോളമാണ് മെറ്റൽ ഓക്സൈഡ് മെറ്റീരിയൽസ് വെച്ചിട്ട് നമുക്ക് സെൻസർ ചെയ്യാൻ പറ്റുന്നത്. ഇനി നമ്മൾ ഗ്രാഫീനാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഈ പ്രോട്ടീൻസ്, ബാക്ടീരിയ, അതുപോലെ pH, അതുപോലെ വേപ്പർ ഫേസ് മോളിക്യൂൾസ് എല്ലാം നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ സിമുലേറ്റഡ് കെമിക്കൽ വാർഫെയർ ഏജൻസ് ആയിട്ടും ഈ ഗ്രാഫീനെ നമുക്ക് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കും. കാർബൺ നാനോ ട്യൂബ്, എന്താണ് കാർബൺ നാനോ ട്യൂബ് എന്നുള്ളത്
നിങ്ങൾ ഓൾറെഡി കോമ്പോസിറ്റിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ബക്കി പേപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക് എടുക്കുമ്പോൾ കാർബൺ നാനോ ട്യൂബിനെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഫിഗർ വെച്ച് ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ ആ കാർബൺ നാനോ ട്യൂബിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഇലക്ട്രോഡാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അമോണിയ ഗ്യാസ്, നൈട്രോക്സൈഡ്, കാർബൺ മോണോക്സൈഡ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ കണ്ടക്റ്റിംഗ് പോളിമർ ആണ് നമ്മൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ പോളി അനിലൈൻ, പോളി പൈറോൾ എന്നുള്ള മെറ്റീരിയൽ അല്ല. സോ ഈ മെറ്റീരിയൽസ് എല്ലാം വെച്ചിട്ട് നമുക്ക് അമോണിയ, നൈട്രോക്സൈഡ്, കാർബൺ മോണോക്സൈഡ് എല്ലാം നമുക്ക് ഡിറ്റക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു മെറ്റീരിയൽസ് മീൻസ് ഇത്രയും മെറ്റീരിയൽസ് ആണ് നമുക്ക് ഇതിന് റെസിസ്റ്റർ എന്നുള്ള ഒരു കെമിക്കൽ സെൻസർ വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് കപ്പാസിറ്റർ ആണ്. സോ നമ്മൾ നേരത്തെ സെൻസറിൽ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ റെസിസ്റ്റൻസിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് വെച്ചിട്ട് നമ്മൾ കെമിക്കലിൻ്റെ അളവ് നമ്മൾ അല്ലെങ്കിൽ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യുന്നു. ഇവിടെ നമ്മൾ കപ്പാസിറ്റൻസിലുള്ള ചേഞ്ചസ് വെച്ചിട്ട് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. 2 കപ്പാസിറ്റർ പ്ലേറ്റ്സ് ഉണ്ടാവും. ആ 2 കപ്പാസിറ്റർ പ്ലേറ്റ്സിൻ്റെ ഇടയിൽ ഒരു ലെയർ, ഒരു മെംബ്രെയിൻ എന്നുള്ള ഒരു സംഭവം നമ്മൾ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടാവും. അത് മാക്സിമം പോളിയമൈഡ് ലെയർ ആയിരിക്കും ഉണ്ടാവുക. സോ ഇത് വെച്ചിട്ട് നമ്മൾ ഒരു കെമിക്കൽ പ്രസൻസിൽ കൊണ്ടുപോയി നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ആ കെമിക്കൽ പ്രസൻസിനനുസരിച്ച് അതിൽ ആ ഒരു കപ്പാസിറ്റൻസിലൊരു ചേഞ്ചസ് ഉണ്ടാവും. അത് ഡിറ്റക്ട് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ പ്രസൻസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. ഇതിൻ്റെ കൂടെ ഒരു റെസിസ്റ്റീവ് ഹീറ്റർ കൂടെ വെച്ചിട്ടുണ്ടാവും. ഹീറ്റർ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന കപ്പാസിറ്റൻസിലുണ്ടാകുന്ന റെസ്പോൺസ് ടൈം നമുക്ക് കിട്ടുകയും അതിൽ നിന്ന് അക്യുറേറ്റ് ആയിട്ടുള്ള കെമിക്കൽ ഗ്യാസസിൻ്റെ പ്രസൻസും അതുപോലെ തന്നെ അതിൻ്റെ മെഷർമെൻറ്റ്സും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ ഹ്യൂമിഡിറ്റി സെൻസറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു ബോട്ടിൽ നമ്മൾ ഈ സെൻസറുകൾ വെച്ചപ്പോൾ ആ സെൻസറിൽ നിന്ന് നമുക്ക് എയറിലും വെക്കുമ്പോൾ ആ ഒരു ഡിറ്റക്ട് ചെയ്ത റിസൾട്ടാണ് ഇവിടെ കാണുന്നത്, ഹ്യൂമിഡിറ്റിയുടെ പ്രസൻസും ഹ്യൂമിഡിറ്റിയുടെ ഇതും. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് മനസ്സിലാവുമെന്ന് പറഞ്ഞാൽ കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് അവിടെ ഹ്യൂമിഡിറ്റി ഉണ്ടെന്നുള്ളതും കപ്പാസിറ്റൻസ് ഡിക്രീസ് ചെയ്യുന്നതനുസരിച്ച് അവിടെ ഹ്യൂമിഡിറ്റി കുറവാണ് എന്നുള്ളതും ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് റിസൾട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മളിവിടെ നോക്കുന്നത് കെമോ മെക്കാനിക്കൽ സെൻസറാണ്. ഞാൻ ഇവിടെ തെറ്റി കൊടുത്താണ്. ഓക്കെ, സോ കെമോ മെക്കാനിക്കൽ എന്ന് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ നമ്മളിവിടെ 2 ബീംസ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ഈ ബീമിൽ താഴെ സ്പേസ് ഉണ്ട്. സോ ഇത് കാൻഡിലിവർ ബീമായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു സെലക്റ്റീവ് ഒരു ഫിലിം നമ്മളൊരു കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അറ്റത്തായിട്ട്. ഇനി നമ്മൾ എപ്പോഴാണോ ഒരു കെമിക്കൽ എൻവയോൺമെൻറ്റിൽ കൊണ്ടുവെക്കുന്നത് ആ കെമിക്കൽ എൻവയോൺമെൻറ്റിൻ്റെ കെമിക്കൽസ് കാരണം അതിൻ്റെ ഒരു വെയിറ്റ് കാരണം ഇതിലൊരു ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നു. ഈ സെലക്റ്റീവ് ഫിലിമിൽ ഉണ്ടാകുന്ന റിയാക്ഷനാണ് ആ ഒരു ഡിഫ്ലക്ഷനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ വെയിറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ റിയാക്ഷനാണ്. ഓക്കെ, അപ്പോൾ ആ വെയിറ്റ് ഈ ഒരു ഭാഗത്ത് റിയാക്ഷനായിട്ട് ആക്ട് ചെയ്യും. ആ റിയാക്ഷനിൽ ഈ ഒരു ഇരിക്കുന്ന കാൻഡിലിവർ ബീം ഡിഫ്ലക്റ്റ് ചെയ്യും. സോ ഡിഫ്ലക്റ്റ് ചെയ്യും ഈ രീതിയിൽ. അപ്പോൾ ഇവിടെ റിയാക്ഷൻ ഒന്നുമില്ല, ഇവിടെ റിയാക്ഷൻ ഉണ്ടാവുന്നു. അപ്പോൾ ആ റിയാക്ഷനിൽ ഇവിടെ ഉണ്ടാകുന്ന വെയിറ്റിൽ ഇത് ഡിഫ്ലക്റ്റ് ചെയ്യും. ഈ ഡിഫ്ലക്ഷൻ എത്രയാണെന്നുള്ള മെഷർ ചെയ്തിട്ട് ആ മെഷർമെൻറ്റ് ഈസ് ഈക്വൽ ടു ഏതാണോ മെറ്റീരിയൽ, ഏതാണോ കെമിക്കൽ വേപ്പർ, ആ കെമിക്കൽ വേപ്പർ ഡിറ്റക്ട് ചെയ്യുകയും അല്ലെങ്കിൽ അതിൻ്റെ കെമിക്കൽ വേപ്പറിൻ്റെ എത്രയാണോ മെഷർമെൻറ്റ്, ഇത്ര കെമിക്കൽ വേപ്പർ ഉണ്ട് എന്നുള്ളതിൻ്റെ മെഷർമെൻറ്റ് ഡിറ്റക്ട് ചെയ്യുന്ന ആ ഒരു കോൺസെപ്റ്റാണ് കെമോ മെക്കാനിക്കൽ സെൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ കെമിക്കൽ സെൻസർ എന്ന് പറയുന്ന. നെക്സ്റ്റ് ഒപ്റ്റിക്കൽ സെൻസറാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഇതുവരെ എടുത്തതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.